മാത്രമാണോ നിങ്ങൾ പറഞ്ഞു എവിടെ എത്തിപ്പോയി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിടം സന്ദർശിക്കൽ ഹജ്ജിന്റെ ഒരു ഭാഗമാണ് എന്നിടത്തേക്കല്ലേ ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അതല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി, അതുപോലെ തന്നെ അവിടുത്തെ ഖബറിടം, അതുപോലെ തന്നെ ആ റൗള, പ്രത്യേകം പുണ്യമുള്ള മബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഞാൻ താമസിക്കുന്ന വീടിന്റെയും ഞാൻ ഖുതുബ നിർവഹിച്ചിരുന്ന മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്നുള്ള വരെ തോപ്പാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ ഇല്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന, മഹാന്മാരുടെ പേരിൽ കള്ളം പറയുന്ന, ഇമാം ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ? ഇമാം മുസ്ലിമിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ? ഞാനിതാ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. കിതാബിലല്ല പറയുന്നത്, പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതിവിട്ട നിങ്ങളുടെ ദ്വൈവാരികയിൽ നിന്നാണ് വായിക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ശരിക്ക് കുറിച്ചു വെച്ച് മറുപടി പറഞ്ഞോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും തങ്ങളുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് ഇങ്ങനെ വായിക്കാം. ആരാ രേഖപ്പെടുത്തിയത്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. പിന്നെ ആരാ രേഖപ്പെടുത്തിയത്? ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്. എവിടെയാ രേഖപ്പെടുത്തിയത്? സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും. എന്താണ് ആ ഹദീസ്? ഇങ്ങനെ വായിക്കാം. അതിന്റെ അർത്ഥം പറയട്ടെ. ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നുവെങ്കിൽ അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിയാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, ചിന്തിക്കുന്ന ആളുകളെ, നിഷ്പക്ഷമതികളായ ആളുകളെ, ഈ മുസ്ലിയാർ ഇവിടെ ചോദിച്ചില്ലേ, നിങ്ങൾ ബുഖാരി ഇമാമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ, മുസ്ലിമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ? ഞങ്ങൾക്ക് ആ പണിയില്ല കേട്ടോ. നിങ്ങളാണ് എഴുതിവിട്ടത്. ബുഖാരി ഇമാം പറയാത്തത്, ഇമാം മുസ്ലിം പറയാത്തത്. അതാ അവരുടെ സ്വഹീഹിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ്? ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നുവെങ്കിൽ അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു. ആ പദം ചില റിപ്പോർട്ടുകളിലുണ്ട്. മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. പക്ഷേ സഹീഹല്ല, സഹീഹല്ല. അതിനാണ് നിങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? നിങ്ങൾ പറയൂ, ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ ബുഖാരിയിൽ കാണിക്ക, മുസ്ലിമിന്റെ സഹീഹിൽ കാണിക്ക. ഇമാം ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ, ഇമാം മുസ്ലിമിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ? നിങ്ങൾക്ക് എല്ലാവരുടെ പേരിലും ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് കുറ്റമൊക്കെ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടണോ? അത് വളരെ മാന്യമായി പറഞ്ഞാൽ വളരെ മോശമായി പോയി. അത് തട്ടിപ്പാണ്, വഞ്ചനയാണെന്ന് പ്രത്യേകമായി മുസ്ലിയാരെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഓരോന്നിനോടും ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലക്കിങ്ങനെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അതിന് പരമ്പര, എന്താണ് അതിന് സനദുള്ളത് എന്ന് ചോദിക്കുമ്പോ അതിന് ആ നിലക്കുള്ള ഒരു മറുപടിയും പറയാൻ കഴിയാത്ത നിലക്കുള്ള ദുർബലമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇദ്ദേഹം ഇവിടെ എടുത്ത്